ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം ടീച്ചിങ് എക്സാംസിലേക്ക് സ്വാഗതം. HSA നാച്ചുറൽ സയൻസ് എക്സാമിന് ചോദിച്ച പ്രീവിയസ് കുറച്ച് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റും നോക്കിയാലോ? റെഡി അല്ലേ? അധിക ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതാ ഫസ്റ്റ് വൺ നോക്കാം. പ്രീവിയസ് ഇയർ ചോദിച്ച HSA നാച്ചുറൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന് എടുത്തതാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വായിച്ചു നോക്കാം. സസ്യങ്ങൾ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലം വിഘടിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഉള്ള ഏത് പ്രകാശ സംശ്ലേഷണ യൂണിറ്റുമായി ബന്ധപ്പെട്ടാണ്? ഇതാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ഇതിന്റെ തന്നെ നമ്മൾ ഓർമ്മിച്ചു വെച്ച കുറെ കാര്യങ്ങളുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിന്റെ രണ്ട് ഘട്ടങ്ങളുണ്ട്. പ്രകാശഘട്ടം എന്നും ഇരുട്ടഘട്ടം എന്നും രണ്ട് ഘട്ടമായിട്ടാണ് നമ്മൾ പഠിക്കുക. അതിൽ പ്രകാശഘട്ടം എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഘട്ടം. അതിലാണ് ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറുന്നത് അല്ലെ. ആ ഓക്സിജൻ ആണ് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നേ? പുറന്തള്ളുന്നതെന്ന് അറിയാം. അപ്പൊ പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ചോദിച്ചാൽ ജലത്തിന്റെ വിഘടനമാണ്. ആ രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടായിരിക്കും. പക്ഷെ ഇവിടെ എങ്ങനെയൊന്നും അല്ല ചോദിച്ചിരിക്കുന്നത്. ആ ജലം വിഘടിക്കുന്നത്, പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലം വിഘടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഫോട്ടോ ലൈസിസ് ഓഫ് വാട്ടർ എന്ന് പറയാറുണ്ട്. ഫോട്ടോ പ്രകാശം അല്ലെ. ലൈസിസ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ആണ്. എന്തിനാണ്? ജലം അല്ലെ. ജലം വിഘടിക്കുന്നത് പ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ്. ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവും. അപ്പൊ ഇത് നടക്കുന്നത് ഏത് പ്രകാശ സംശ്ലേഷണ യൂണിറ്റുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മളൊരു ഹയർ സെക്കൻഡറി ലെവലിലേക്ക് പോകുമ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന്റെ കുറെ കാര്യങ്ങൾ, ഒന്നാം ഘട്ടം പ്രകാശഘട്ടത്തിന്റെ തന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാവുക അല്ലെ. അപ്പൊ അവിടെ നോക്കുക, അവിടെ നമ്മൾ ATP സിന്തസിസും കാര്യങ്ങളും ഒക്കെ പഠിച്ചുകൊണ്ട് അല്ലെ സൈക്ലിക്കും നോൺ സൈക്ലിക്കും ആയിട്ടുള്ള ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം പഠിക്കാനുണ്ട്. അവിടെയാണ് രണ്ട് ഈ യൂണിറ്റുകളെ പറ്റി നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ക്ലോറോഫിൽ A അല്ലെങ്കിൽ ഹരിതകം A എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട റിയാക്ഷൻ സെന്റർ അല്ലെ. പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന വർണ്ണവസ്തുവാണ് എന്ത്? ഹരിതകം A അഥവാ ക്ലോറോഫിൽ A എന്ന് പറഞ്ഞാൽ. അപ്പം ഈ റിയാക്ഷൻ സെന്റർ ആയിട്ടുള്ള ഹരിതകം A യുമായിട്ട് ബന്ധപ്പെട്ട് അത് ഏത് നാനോമീറ്ററിലുള്ള വേവ് ലെങ്തിലുള്ള ലൈറ്റിനെയാണോ അബ്സോർബ് ചെയ്യുന്നത് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ രണ്ട് യൂണിറ്റുകളൊക്കെ ആയിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട്. ആ യൂണിറ്റിന് അല്ലെങ്കിൽ ഫോട്ടോ സിസ്റ്റം എന്നാ നമ്മൾ പറയാം. അതിനെ നമ്മൾ പേരിട്ട് വിളിക്കുന്നത്, ഒന്നിന്റെ പേര് ഫോട്ടോ സിസ്റ്റം 1 എന്നും വേറൊരെണ്ണത്തിന്റെ പേര് ഫോട്ടോ സിസ്റ്റം 2 എന്നുമാണ്. ഓക്കെ, PS1 PS2 എന്ന് പറഞ്ഞാൽ ഫോട്ടോ സിസ്റ്റം 1 ആൻഡ് ഫോട്ടോ സിസ്റ്റം 2. ഇതിൽ നോക്കുക, PS1ലെ പ്രവർത്തന കേന്ദ്രമായ ഹരിതകം A പരമാവധി ആഗിരണം ചെയ്യുന്നത് 700 നാനോമീറ്റർ ആണ് അല്ലെ. അപ്പൊ PS1 കാണപ്പെടുന്ന ഫോട്ടോ സിസ്റ്റം 1 കാണപ്പെടുന്ന ഹരിതകം A ആഗിരണം ചെയ്യുന്ന ലൈറ്റിന്റെ നാനോമീറ്റർ എത്രയാണ്? മാക്സിമം 700 നാനോമീറ്റർ ആണ്. അതുകൊണ്ട് PS1 എന്ന് പറയുന്നതിന് തന്നെ നമ്മൾ പറയുന്ന ഒരു പേരാണ് P700. എന്താ പറയാ? P700. ഇനി അടുത്തത് PS2 എന്ന് പറയുന്നതാണ് നെക്സ്റ്റ്. അവിടെ എന്താ കൊടുത്തേ? പരമാവധി ആഗിരണം ചെയ്യുന്ന നാനോമീറ്റർ എത്രയാണെന്ന് ചോദിച്ചാൽ 680 ആണ്. അപ്പൊ PS2 എന്ന് പറയുന്നതിന് ഈക്വൽ ആണ് എന്ത്? P680 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെയും ആലോചിച്ച് വെച്ചേക്കാം. ഇനി ഇവിടെ നോക്കാം, ഇതിൽ ഇലക്ട്രോണുകളുടെ ട്രാൻസ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്നതാണ് സൈക്ലിക് ആയിട്ടുള്ളതും നോൺ സൈക്ലിക് ആയിട്ടുള്ളതുമായ ഇലക്ട്രോണിന്റെ ഈ ട്രാൻസ്പോർട്ടും കാര്യങ്ങളും നമ്മൾ പഠിക്കും. ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഒരു നോൺ സൈക്ലിക് ആയിട്ടുള്ള ഇലക്ട്രോണിന്റെ മൂവ്മെന്റും അതിന്റെ ഭാഗമായിട്ട് ATP ഒക്കെ സിന്തസൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സുമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ രണ്ട് ഫോട്ടോ സിസ്റ്റവും ഇൻക്ലൂഡ് ആണ് അല്ലെ. ഫോട്ടോ സിസ്റ്റം 1 ഉണ്ട്, ഫോട്ടോ സിസ്റ്റം 2 ഉണ്ട്, രണ്ടും ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ഇതിൽ നോക്കിയേ, ആദ്യം തന്നെ നമ്മൾ ഫോട്ടോ സിസ്റ്റം 2ന്റെ കാര്യം വെച്ചിട്ടാ പറയുന്നത്. ഇവിടെ ഇതാ ജലത്തിന്റെ വിഘടനം ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് ഉണ്ടാവുന്നു. ഇത് നേരെ എങ്ങോട്ടാ കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ? ഇത് എങ്ങോട്ടാ കണക്ട് ചെയ്ത്? ഇതിന്റെ നേരെ ഇതാ ഇതിലേക്ക് LHC എന്ന് പറഞ്ഞുകൊണ്ട് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്നൊക്കെ പറയുന്ന ഒരു കോംപ്ലക്സിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇത് നേരെ ഇങ്ങോട്ട് നോക്കുക. എവിടെയുള്ളത്? ഫോട്ടോ സിസ്റ്റം 2 ആണ് അല്ലെ. ഫോട്ടോ സിസ്റ്റം 2 എന്ന് പറഞ്ഞാൽ P ഏതാ വേണ്ടേ? 680 അല്ലേ വേണ്ടേ? 680 എന്ന് പറഞ്ഞാൽ PS2യിലേക്കാണ് ജലത്തിന്റെ വിഘടനം ബന്ധപ്പെട്ട് കിടക്കുന്ന ഏത് ഫോട്ടോ സിസ്റ്റത്തിലാ? ഫോട്ടോ സിസ്റ്റം 2നോടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒന്നുകിൽ ഫോട്ടോ സിസ്റ്റം 2 എന്ന് പറയാം, അല്ലെങ്കിൽ P680 എന്ന് പറയാം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് നമുക്കിപ്പോ ഏതാ കണക്ട് ചെയ്യാൻ പറ്റുക? സസ്യങ്ങൾ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലത്തിനെ വിഘടിപ്പിക്കുന്നത് എങ്ങോട്ടാ കണ്ടത്? PS2ലല്ലേ കണ്ടത്? PS2 എന്ന് പറയാം, അല്ലെങ്കിൽ P680 എന്ന് പറയാം. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി, P680. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? PS1 പകരമാണ് P700 എന്ന് നമ്മൾ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനെയാണ്, ക്രമഭംഗത്തിൽ ആദ്യം നടക്കുന്നത് ഏതാണ്?
ക്രമഭംഗം അഥവാ മൈറ്റോസിസ് അല്ലെ, മൈറ്റോസിസ് എന്നും മിയോസിസ് എന്നും പറഞ്ഞ രണ്ട് തരത്തിലുള്ള കോശ വിഭജന രീതിയാണെന്നറിയാം. ഏറ്റവും സാധാരണയായിട്ട് നടക്കുന്ന കോശ വിഭജനമാണ് മൈറ്റോസിസ് അഥവാ ക്രമഭംഗം. അപ്പൊ ആ ക്രമഭംഗത്തിന്റെ കുറെ ഘട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രമഭംഗത്തിന്റെ മർമ്മ വിഭജനത്തിന്റെ ഘട്ടങ്ങളെ പേരാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ എന്തായാലും ഒരു കോശം വിഭജിക്കുന്നതിന് മുൻപേ കോശം തയ്യാറെടുപ്പ് നടക്കും. കോശം വിഭജിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടക്കുന്ന അറിയാം. അപ്പൊ ഇതിനെയാണ് നമ്മൾ സെൽ സൈക്കിൾ എന്നൊക്കെ പറയുന്നത്. കോശത്തിന്റെ തയ്യാറെടുപ്പും ആ തയ്യാറെടുപ്പ് കഴിഞ്ഞിട്ടുള്ള വിഭജനവും എല്ലാം കൂടെ ചേരുന്ന സമയത്ത് പറയുന്ന പേരാണ് സെൽ സൈക്കിൾ അഥവാ കോശചക്രം. ഇപ്പൊ നമ്മളൊരു എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ അതിന് മുൻപേ നമ്മൾ എന്ത് ചെയ്യും, ആ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും, തയ്യാറെടുക്കും അല്ലെ. അതേപോലെ തയ്യാറെടുക്കുന്ന ഘട്ടങ്ങളാണ് ഇതില് G1 എന്നാണ് കൊടുത്തത്, G1. ഓക്കെ, അതേപോലെ G2. ഈ 3 കാര്യങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇതെല്ലാം തയ്യാറെടുപ്പ് ഘട്ടം അഥവാ ഇന്റർഫേസ് എന്ന് പറയുന്ന ഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്റർഫേസ് അഥവാ തയ്യാറെടുപ്പ് ഘട്ടം എന്ന് പറയും. ഇപ്പൊ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് പോലെ തയ്യാറെടുപ്പ് ഘട്ടം എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമാണ് G1, S, G2 എന്നൊക്കെ പറഞ്ഞാൽ. ഇതാണ് ആദ്യം നടക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യം G1 എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെ, പിന്നെ എന്താണ് S, പിന്നെ എന്താണ് G2, ഇങ്ങനെയുള്ള കാര്യം നടക്കുന്നു. അപ്പൊ വിഭജിക്കാൻ വേണ്ടി പോകുന്ന ഒരു കോശം എന്ത് ചെയ്യാണ്, അതിന്റെ വളർച്ച, കോശത്തിന്റെ വളർച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതിനുശേഷം ഇവിടെ വെച്ചിട്ട് DNA, അതിലുള്ള ജനിതക വസ്തുക്കളുടെ DNA ഒക്കെ ഇരട്ടിക്കൽ പരിപാടി നടക്കുന്ന ഘട്ടമാണ് S എന്ന് പറഞ്ഞാൽ. ഇരട്ടിക്കൽ പരിപാടി നടക്കുന്നത് S ഫേസിൽ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെയും കുറച്ചും കൂടെ കോശത്തിന്റെ വളർച്ച, അതിന് ആവശ്യമായ കോശം വിഭജിക്കുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള പ്രോട്ടീന്റെ നിർമ്മാണം, ഇതൊക്കെ നടക്കുന്ന ഘട്ടമാണ് G2. എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞാൽ വിഭജനത്തിലേക്ക് പോകും. വിഭജിക്കുമ്പം ആദ്യം ഏതു ഭാഗം വിഭജിക്കുക, അതിന്റെ മർമ്മ ഭാഗമാണ് വിഭജിക്കുക അല്ലെ. അപ്പൊ മർമ്മ വിഭജനം അഥവാ കാരിയോ കൈനസിസ് എന്ന് പറയുന്ന ഒരു കാര്യം ആദ്യം നടക്കും. കാരിയോ കൈനസിസ് നടക്കും. അതിന്റെ ഘട്ടങ്ങളാണ് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് എന്ന് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞാലാണ് കോശദ്രവ്യത്തിന്റെ വിഭജനം നടക്കുക. അതിനെ നമ്മൾ സൈറ്റോകൈനസിസ് എന്ന് പറയും. ഇത്രയും കഴിഞ്ഞാൽ മാത്രമാണ് 2 കോശങ്ങൾ രൂപപ്പെടുന്നുള്ളൂ അല്ലെ. ഈ 2 രൂപപ്പെടുന്ന കോശങ്ങൾക്കാണ് എന്ത് പറയാ, പുത്രികാ കോശങ്ങൾ എന്ന് നമ്മൾ പറയാം. ഇത് കോശം വിഭജിക്കാൻ പോകുന്ന, പിന്നെ ഏതാണോ വിഭജിക്കാൻ പോകുന്ന അതിന്റെ പേരെന്താ പറയാ, അതിനെ നമ്മൾ മാതൃകോശം എന്നാണ് പറയാ അല്ലെ. അപ്പൊ എന്തായാലും ഇവിടെ ഈ രൂപപ്പെടുന്ന പുത്രികാ കോശം തന്നെയാണ് പിന്നെ കുറെ കഴിയുമ്പോൾ വിഭജനത്തിലേക്ക് പോകുന്ന സമയത്ത് അവരെ നമ്മൾ മാതൃകോശങ്ങളായി മാറി അവരാണ് വിഭജിക്കുക. അപ്പൊ എന്തായാലും ഈ രൂപപ്പെടുന്നത് പുത്രികാ കോശവും ആദ്യം തന്നെ ആരാണോ വിഭജനത്തിലേക്ക് പോകുന്നതിന് മാതൃകോശം എന്നൊക്കെയാ പറയാം. അപ്പൊ ഇതില് ഏതാണ് ആദ്യം നടക്കുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് അല്ലെ. അപ്പൊ എന്തായാലും ഇവിടെ എത്തണമെങ്കിൽ ആ G1 നടക്കുന്ന ഈ വളർച്ചാ കാര്യങ്ങൾ നടക്കണം, DNA ഇരട്ടിക്കൽ നടക്കണം, പിന്നെയും വളർച്ച, തയ്യാറെടുപ്പ്, പ്രോട്ടീൻ നിർമ്മാണം, ഇതൊക്കെ നടക്കണം. പിന്നെ മർമ്മം വിഭജിക്കണം, പിന്നെ കോശം മൊത്തമായിട്ട് കോശദ്രവ്യവും കൂടെ വിഭജിക്കണം, പിന്നെ സസ്യകോശമാണെങ്കിൽ കോശഭിത്തി ഉണ്ടാവണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഘട്ടം നോക്കുന്ന സമയത്ത് കീലതന്തുക്കളുടെ രൂപീകരണം, ഇതൊക്കെ എവിടെയാ വരുന്നത്? കീലതന്തു രൂപീകരണം എന്നൊക്കെ പറയുമ്പോൾ പ്രോഫേസ് ആയിട്ട് ബന്ധപ്പെട്ട് മെറ്റാഫേസ്, അനാഫേസ് ആ ഒരു ഭാഗത്തൊക്കെയാണ് കീലതന്തു. അതൊക്കെ പിന്നെ വിഭജനം തുടങ്ങുമ്പോഴല്ലേ. DNA ഇരട്ടിക്കൽ ഇതെവിടെയാണ് നടക്കുന്നത്? എസ്സിലാണ് നടക്കുക. പുത്രികാ കോശങ്ങളുടെ വളർച്ച എന്ന് പറയുമ്പോൾ പുത്രികാ കോശങ്ങൾ രൂപപ്പെട്ടതിന് ശേഷമാണ് അവർ പിന്നെ വിഭജിക്കാൻ പോകുന്ന സമയത്താണ് എന്ത് ചെയ്യുക, അതിന്റെ വളർച്ച നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ കോശഭിത്തിന്റെ രൂപീകരണം, ഇതൊക്കെ എപ്പോഴാണ് ഉണ്ടാവുക? ഈ പറഞ്ഞ കോശദ്രവ്യ വിഭജനവും നടന്നതിന് ശേഷമൊക്കെയാണ് എന്ത്, കോശഭിത്തി രൂപീകരണമൊക്കെ നടക്കുക. അപ്പൊ ഇതിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഇവിടെ ഈ ഒരു കാര്യം കൂടെ നോക്കുമ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തില് ഇപ്പൊ ഏറ്റവും ആദ്യം നടക്കേണ്ടത് ഏതാ? ഇതാണ് അല്ലെ. അപ്പൊ വെറും കോശ വളർച്ച എന്ന് മാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് വേണേൽ G1 സ്പെസിഫൈ ചെയ്ത് പറയാം. പുത്രികാ കോശങ്ങളുടെ വളർച്ച എന്നൊക്കെ പറയുമ്പോൾ അത് പുത്രികാ കോശം ആയതിനു ശേഷം പിന്നെ വേണ്ടതാണ്. അപ്പൊ നിലവില് ഏറ്റവും ആദ്യം നടക്കുന്ന, ഈ തന്നതിൽ ഏറ്റവും ആദ്യം നടക്കുന്ന ഘട്ടം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, DNA ഇരട്ടിക്കൽ. ഓക്കെ, DNA ഇരട്ടിക്കലാണ് ആദ്യം നടക്കുക, എസ് ഫേസിലാണ് നടക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കോശചക്രത്തിന്റെ ശരിയായ ക്രമം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇപ്പൊ നമ്മൾ ഈ ചിത്രം വരച്ച ആൾക്കാർക്ക് അതിന്റെ ഓർഡർ കൃത്യമായിട്ട് പറയാൻ പറ്റും. ഏതാദ്യം വേണ്ടേ? G1 വേണം, S വേണം, G2 വേണം, എന്നിട്ടാണ് ഇവിടെ ഉള്ള വിഭജനം നടക്കുക അല്ലെ. ഈ വിഭജന ഘട്ടത്തിന് മൊത്തമായി എന്താ പറയാ? എം ഫേസ് അഥവാ എം ഘട്ടം എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഓർഡർ ഉണ്ടോ? യെസ്, G1, S, G2, M. അപ്പൊ ഏതാ വരിക? ഓപ്ഷൻ സി ആണെന്ത് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ?
അടുത്ത ക്വസ്റ്റ്യൻ, നൈട്രജൻ ഫിക്സേഷനുമായി ബന്ധപ്പെട്ട് സസ്യങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകം ഏതാണ്? നൈട്രജൻ ഫിക്സേഷൻ, അന്തരീക്ഷത്തിലെ നൈട്രജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള നൈട്രജൻ ആണെങ്കിലും സസ്യങ്ങൾക്ക് ആസ്യരന്ധ്രത്തിൽ കൂടെ അതിനെ ഉപയോഗിക്കാൻ കഴിയില്ല അല്ലെ, പകരം മണ്ണിലെത്തി വേരിലൂടെ വലിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നൈട്രജൻ ഫിക്സേഷൻ, അന്തരീക്ഷത്തിലെ നൈട്രജനെ അമോണിയ അല്ലെങ്കിൽ നൈട്രജന്റെ കോമ്പൗണ്ട് രൂപത്തിലാക്കി, നൈട്രേറ്റ് ഇങ്ങനെയുള്ള രൂപത്തിലാക്കി മാറ്റുന്നതിനാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന ഒരു വർണ്ണകം ഫൈക്കോസയാനിൻ, ഫൈക്കോ എറിത്തിൻ, ലെഗ് ഹീമോഗ്ലോബിൻ, ആന്തോസയാനിൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് ആൻസർ വരിക? ഇവിടുത്തെ ആൻസർ യെസ് ഓപ്ഷൻ സി ആണ്. ലെഗ് ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ ലെഗ് മീൻസ് ലെഗുമിനസ് എന്നാലോചിക്കുക. ലെഗുമിനസ് പ്ലാന്റ്സ് അറിയാലോ. ലെഗുമിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറ് ചെടി അല്ലെ, പയറ് ചെടിയൊക്കെ വരുന്ന വിഭാഗത്തിനെയാണ് നമ്മൾ ലെഗുമിനസ് പ്ലാന്റ്സ് എന്ന് പറയാം. പയറ് ചെടിയൊക്കെ വരുന്ന വിഭാഗത്തിലുള്ള അതിന്റെ വേര് മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ വേരിൽ എന്തുണ്ട്? മൂലാർബുദങ്ങൾ അഥവാ റൂട്ട് നൊഡ്യൂൾസിലെ മുഴകൾ പോലെ പൊങ്ങി നിൽക്കുന്ന ഭാഗം നമ്മൾ കാണുന്നതാണ് വേരില്. ആ വേരിന്റെ ആ ഭാഗം മുറിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു പിങ്ക് നിറമാണ് ഉണ്ടാവുക. ആ പിങ്ക് നിറം നൽകുന്ന വർണ്ണവസ്തുവിന്റെ പേരാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ രക്തത്തിന് ചുവന്ന നിറം കൊടുക്കുന്നല്ലേ, അതേപോലെ ഇവിടെ നിറം പിങ്ക് ആണെന്ന് ആലോചിച്ചാൽ മതി. ലെഗുമിനസ് പ്ലാന്റിൽ കാണപ്പെടുന്ന അതിന്റെ പേരാണ് ലെഗുമിനസ് ഹീമോഗ്ലോബിൻ അഥവാ ലെഗ് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് നൈട്രജൻ ഫിക്സേഷനുമായി ബന്ധപ്പെട്ട്. അപ്പൊ പയറു ചെടിയുടെ വേരിൽ കാണപ്പെടുന്ന റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയന്റെ കേസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. റൈസോബിയം ബാക്ടീരിയ ഉണ്ട്. അപ്പൊ ആ റൈസോബിയം ബാക്ടീരിയ ആണ് പയറു ചെടീന്റെ വേരിനുള്ളിൽ നിന്നുകൊണ്ട് നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്ന വർണ്ണവസ്തുവിനെ ചോദിച്ചു കഴിഞ്ഞാൽ ലെഗുമിനസ് ഹീമോഗ്ലോബിൻ. അപ്പൊ ഒരു പിങ്ക് നിറം വെറുതെ കൊടുത്തോണ്ട് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നിറം കൊടുക്കുക എന്നുള്ളതിനേക്കാളും വലുതായിട്ട് അവർ ചെയ്യുന്ന മറ്റൊരു ധർമ്മം കൂടിയുണ്ട്. അതാണ് ഈ നൈട്രജൻ ഫിക്സേഷനെ സഹായിക്കുന്ന ഒരു രാസാഗ്നി ഉണ്ട്, എൻസൈം ഉണ്ട്. അതിന്റെ പേര് നൈട്രോജിനേസ് എന്നാണ്. ഇത് ഓക്സിജൻ ആയിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഓക്സിജന്റെ പ്രസൻസിൽ വളരെ സെൻസിറ്റീവ് ആണ്, നശിച്ചു പോകും അല്ലെ. അപ്പൊ അവർ ആക്റ്റീവ് ആയിരിക്കാൻ കഴിയാത്തതുകൊണ്ട് അവായു സാഹചര്യമാണ് അവർക്ക് ആവശ്യം. ഓക്സിജൻ ഇല്ലാത്ത സാഹചര്യമാണ് ആ എൻസൈമിന് ആക്റ്റീവ് ആവാൻ വേണ്ടത്. അപ്പൊ ഓക്സിജൻ വരികയാണെങ്കിൽ പെട്ടെന്ന് ഈ ഓക്സിജൻ അവിടെ നിന്ന് പിടിച്ച് മാറ്റുന്നത് ആരാ? ഈ ലെഗുമിനസ് ഹീമോഗ്ലോബിൻ ആണ്. അതുകൊണ്ട് ലെഗുമിനസ് ഹീമോഗ്ലോബിനെ നമ്മൾ ഓക്സിജൻ സ്കാവഞ്ചർ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഓക്സിജൻ എടുത്തു മാറ്റി നൈട്രോജനേസ് എൻസൈമിനെ സംരക്ഷിക്കുന്ന ആളാണ് ലെഗുമിനസ് ഹീമോഗ്ലോബിൻ. ഓക്സിജൻ സ്കാവഞ്ചർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതാണ് പയറ് ചെടിയായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ നൈട്രജൻ ഫിക്സേഷനായിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ച് വെക്കേണ്ട വർണ്ണവസ്തുവിന്റെ പേര്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഡിസൻസ് രോഗത്തിന് കാരണം എന്താണ്? ഇത് ഒരു സുവോളജി പാർട്ട് നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അഡിസൻസ് രോഗം എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു ഗ്രന്ഥിയായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അഡ്രീനൽ ഗ്രന്ഥി എന്ന് പറയുന്ന വൃക്കയ്ക്ക് മുകളിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി അല്ലെ. അഡ്രീനൽ ഗ്രന്ഥിക്ക് കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതേപോലെ എന്താണ് മെഡുല്ല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. കോർട്ടെക്സ് ഉണ്ടാക്കുന്ന 3 ഹോർമോണുകളാണ് കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, സെക്സ് ഹോർമോൺ, ലൈംഗിക ഹോർമോൺ. മെഡുല്ല ഉണ്ടാക്കുന്ന 2 ഹോർമോണുകളാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. അറിയാലോ. അപ്പൊ കോർട്ടെക്സ് ഉണ്ടാക്കുന്ന എല്ലാ ഹോർമോണുകളെയും ഇവിടെ ചേർത്തുകൊണ്ട് നമ്മൾ കോർട്ടിക്കോയിഡുകൾ എന്ന് പറയാറുണ്ട്. കോർട്ടിക്കോയിഡുകൾ എന്ന് പേരിട്ട് വിളിക്കാറുണ്ട്. മെഡുല്ല ഉണ്ടാക്കുന്ന ഹോർമോണുകളെയൊക്കെ കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ കാറ്റക്കോളമിൻസ് എന്ന് പറയാറുണ്ട്. കാറ്റക്കോളമിൻസ് അങ്ങനെയാണ് നമ്മൾ പറയാം അല്ലെ. അപ്പൊ നോക്കിയേ, ഇതില് കോർട്ടെക്സ് ഉണ്ടാക്കുന്ന ഹോർമോണിന്റെ ഉൽപാദനം കുറഞ്ഞാൽ ഉപാപചയ പ്രവർത്തനങ്ങളൊക്കെ തകരാറിലാവും. അങ്ങനെ ഉണ്ടാവുന്ന അസുഖത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അഡിസൻസ് രോഗം. ഓക്കെ, അഡിസൻസ് രോഗം. അപ്പൊ ഏത് ഓപ്ഷനായി ഇത്രയും പറഞ്ഞതിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നേ? അപ്പം കോർട്ടെക്സ് ഉണ്ടാക്കുന്ന ഹോർമോണുകളെ പൊതുവേ നമ്മൾ കോർട്ടിക്കോയിഡുകൾ എന്ന് പറയും. അതിലുള്ള കോർട്ടിസോളിനെയാണ് നമ്മൾ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡിന്റെ അളവ് കുറയുന്നത് മൂലമാണ് അഡിസൻസ് രോഗം ഉണ്ടാവുന്നത്. ഇതും NCERT ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തതാണ്. അഡ്രീനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ കുറവ് ധാന്യകങ്ങളുടെ ഉപാപചയ പ്രക്രിയയെ മാറ്റിമറിക്കുന്നു. തൽഫലമായി അതിയായ തളർച്ചയും ക്ഷീണവും ഉണ്ടാവുന്നു. ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അഡിസൻസ് രോഗം. ഓക്കെ, അപ്പം കോർട്ടെക്സ് ഉണ്ടാക്കുന്ന കോർട്ടിസോളിന്റെ കുറവാണ്. കോർട്ടിസോളിനെ തന്നെയാണ് നമ്മൾ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറൊരു ഹോർമോണും കൂടി ഉണ്ടല്ലേ, ഏതാണ്? ആൽഡോസ്റ്റീറോണിന് ഉണ്ടാക്കുക അല്ലെ. ആൽഡോസ്റ്റീറോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ പേരാണ് മിനറലോ കോർട്ടിക്കോയിഡ് എന്നാണ് പറയാം. മിനറലോ കോർട്ടിക്കോയിഡ്. എന്തായാലും കോർട്ടിക്കോയിഡ് എന്ന് പറയുന്നതാണ് കോമൺ ആയിട്ട് പറയുന്ന പേര്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം.
ടാഗ് പോളിമറൈസ് വേർതിരിച്ചെടുക്കുന്നത്. ടാഗ് പോളിമറൈസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തിൽ വരുന്നതാണ്? ബയോടെക്നോളജി ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ബയോടെക്നോളജി, ഇതും ഹയർ സെക്കൻഡറി ലെവൽ ഇതിനെ പറ്റി നമ്മൾ പറയുന്നതാണ്. ബയോടെക്നോളജി പഠിക്കുമ്പോൾ നമ്മൾ അവിടെ PCR അഥവാ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം പഠിക്കും. DNA ആംപ്ലിഫൈ ചെയ്യാൻ, DNA എണ്ണം കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇതിന് 3 സ്റ്റെപ്പുകളാണുള്ളത്. അതിൽ ഒന്ന് ഡീനാച്ചുറേഷൻ, അനിലിംഗ്, അതേപോലെ എക്സ്റ്റൻഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 3 സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ പഠിക്കുക. ആ സ്റ്റെപ്പിനിടയിൽ ഒരു എൻസൈം ഉപയോഗിക്കുന്നുണ്ട്. അവസാനം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പോളിമറൈസ് എൻസൈം ഉണ്ട്. ആ പോളിമറൈസ് എൻസൈമിന്റെ പേര് ടാഗ് പോളിമറൈസ് എന്നാണ്. ഓക്കെ, അപ്പം അത് എവിടെ നിന്ന് കിട്ടുന്നതാ? ടാഗ് എന്ന് പറയുന്നതിലുള്ള T എന്ന് പറഞ്ഞാൽ തെർമസ്. ഓക്കെ, AQ എന്ന് പറഞ്ഞാൽ അക്വാട്ടിക്കസ്. ആ തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന അതേ ആൻസർ ഇവിടെ 2 കൊടുത്ത് നമ്മളെ കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ട്. ഫംഗസ് ആണോ ബാക്ടീരിയ ആണോ എന്ന് മറന്നു പോലെ. തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറഞ്ഞാൽ അതൊരു ബാക്ടീരിയ ആണ്. ആ ബാക്ടീരിയയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന എൻസൈം ആണ് ടാഗ് പോളിമറൈസ്. ഈ എൻസൈമിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ തെർമോസ്റ്റേബിൾ ആണ്. തെർമോസ്റ്റേബിൾ ആയ എൻസൈം ആണ്. കാരണം ടെമ്പറേച്ചർ കൂടുതലാക്കിയിട്ടാണ് നമ്മൾ PCR ടെക്നിക്ക് ചെയ്യുക. അതിന്റെ ഓരോ സ്റ്റെപ്പും പെർഫോം ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ആ ടെമ്പറേച്ചർ കൂടിയാലും ഒരു തകരാറ് സംഭവിക്കാതെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന എൻസൈം ആണ് ടാഗ് പോളിമറൈസ്. ഓക്കെ, നോർമൽ പോളിമറൈസ് എൻസൈമിനേക്കാളും ടെമ്പറേച്ചർ കൂടിയാലും നിൽക്കാൻ പറ്റുന്ന തെർമോസ്റ്റേബിൾ. ഇത് വേർതിരിച്ചെടുക്കുന്നത് തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ടെക്സ്റ്റിൽ ആ കാര്യങ്ങൾ കൊടുത്തൊരു ഭാഗമാണ്. അതുകൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ ഈ പറഞ്ഞ കാര്യങ്ങൾ? അപ്പൊ എന്തായാലും നമ്മൾ ഇപ്പം കണ്ട ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തന്നെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഭാഗത്തു നിന്ന് വന്നതാണ്. HSA നാച്ചുറൽ സയൻസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രവും റിലേറ്റഡ് ഫാക്റ്റും ആണ് കണ്ടത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.